ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. അതിപ്പോ എന്റെ അപ്പനായാലും അതിന്റെ ബ്രദർ ആയാലും ആരായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ആളുടെ വീഡിയോയോട് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഈ ശബ്ദം കുറച്ച് പേർക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയണത്. ഒരു 10,000 പേരോ ചിലപ്പോൾ 1,00,000 പേരോ എന്റെ വീഡിയോ ചിലപ്പോൾ കാണുമായിരിക്കും. അത്രയും പേരിലേക്ക് എത്തിക്കാം. അത്രയും പേരെന്ത് സ്റ്റോറി ഇട്ടിട്ടാണെങ്കിലും ഷെയർ ചെയ്തിട്ടാണെങ്കിലും പബ്ലിക്കിന് വോയിസ് റേസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ്. അതന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന്, ഇവർ തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ട്, അല്ല ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലയിടത്തും സംഭവിക്കുന്നതാണ്. ഇവൻ ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ്, ഓക്കെ. കാരണം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് ഒന്നാവും. അത് പേടിച്ചിട്ടായിരിക്കാം പലരും ഇടപെടാണ്ടിരുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ഇവർ ഇടപെട്ട് കഴിഞ്ഞിട്ട് അവസാനം ഇവരെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ഈ സ്ത്രീ പറയുന്നു, ഇതെന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്, നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്നാളാരായി? ശശി. എസ്പെഷ്യലി ഹെല്ലോസ് പാട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് അയാളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്? ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ എന്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാര്യം അറിയാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തതാണ്. ഇന്ന് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചത് എനിക്ക് റിപ്ലൈ തരാൻ തോന്നിയില്ല. എന്ത് കാര്യം തോട്ടിയിട്ട് പിടിച്ച് അതൊരു കണ്ടന്റ് ആക്കി ഇടുന്ന നിനക്കൊന്നും എനിക്ക് റിപ്ലൈ തരണമെന്നോ എനിക്കൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ തരാതിരുന്നത്. ഫാമിലിയിലെ വ്ളോഗ് ഒരാൾ ചെയ്തു അല്ലെങ്കിൽ ആ കണ്ടന്റ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലി അവരായിട്ട് ചെയ്തോളും. നിങ്ങൾ എന്തിനാ ഡേറ്റ് പിടിക്കുന്നേ? എത്ര പേരാണ് അത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് അറിയാം. എന്റെ ഫോട്ടോയും എന്റെ പേര് വെച്ചിട്ട് കുറച്ച് ബ്ലോഗേഴ്സ് ഉണ്ട്, ഹെലൻ ഓഫ് സ്പാർട്ട, ഈ പറഞ്ഞ ഈ എന്റെ വിധേയത്തിൽ വ്ളോഗ്സ്, പിന്നെ അതുപോലെ വേറെ കുറെ എണ്ണങ്ങള്. ഇവർക്കൊന്നും ഒരു പണിയില്ല. സ്വന്തമായിട്ട് ഒരു ചാനലിൽ അവനവന്റെ കണ്ടന്റ് എന്തെങ്കിലും ഇട്ട് കാശ് വാങ്ങിക്കാത്ത. CS with Ashനകത്ത് അവര് പറഞ്ഞതും അതേപോലെ ഈ ലിറ്റി എന്ന് പറഞ്ഞ അവര് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ തോമസ് എന്ന് പറഞ്ഞ ആളുടെ മകൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഓഡിയോ റെക്കോർഡൊക്കെ അതുൽ ബ്രോന് അയച്ചു കൊടുത്തതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ടല്ല ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. ഈ ഒരു വീഡിയോനകത്ത് വേറൊരു വിഷയം, അതായത് യൂട്യൂബർമാരാണ് എല്ലാത്തിനും കാര്യം. അതായത് ഇങ്ങനെ ഒരു വിഷയം കൊണ്ടിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയനകത്ത് ഇപ്പൊ CS with Ash പറയുന്നതാണ്, ഞാൻ സോഷ്യൽ മീഡിയനകത്ത് ഇങ്ങനെ ഒരു സാധനം കൊണ്ട് ഇട്ട്, അപ്പൊ ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാ അതിനകത്ത് കയറി റിയാക്ട് ചെയ്യുന്നു? നിങ്ങൾ അതിനകത്ത് ഒരു പണിയും കൂലി ഇല്ലാണ്ട് എല്ലാണോ വീട്ടിലിരുന്നിട്ട് ഇരുന്ന് അങ്ങ് റിയാക്ട് ചെയ്യണം. നിങ്ങൾക്കൊന്നും വേറെ കണ്ടന്റ് ഇല്ലേ? നിങ്ങൾക്കൊന്നും കണ്ടന്റിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത് കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയനകത്ത് ഇട്ടത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഇവരെന്ന് പറഞ്ഞാൽ അത്രയും എനിക്ക് ഒരു ഒട്ടും, അതായത് ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ട് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ കണ്ടന്റിന് വേണ്ടിയിട്ടും ചെയ്യുന്നവരുണ്ട്. ഇത് രണ്ടുമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ ആ ഒരു കാറ്റഗറി, രണ്ടുമായിട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് ഞാൻ. കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹവും എനിക്കുണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ഇതൊരു കണ്ടന്റുമാണ് എനിക്ക്, രണ്ടുമാണിത് എനിക്ക്. അങ്ങനത്തെ ഒരു ഇതിനകത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിനകത്ത് പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഹെലൻ ഓഫ് സ്പാർട്ട ചെയ്തിട്ടുണ്ടായി, അതേപോലെ നമ്മുടെ അസ്ലമാർലി ചെയ്തിട്ടുണ്ടായി, പിന്നെ അതിന് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ടായി. നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോനകത്ത് ഇവരുടെ അസ്ലയുടെ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടല്ല. അപ്പൊ അസ്ലയുടെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ചെന്നിട്ട് ഈ പുള്ളിക്കാർ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. CS with Ash എന്ന് പറഞ്ഞ പുള്ളിക്കാരി വന്ന് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി, അത് നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. പക്ഷേ നമ്മുടെ ഈ ഹെലൻ ഓഫ് സ്പാർട്ട പറഞ്ഞൊരു കാര്യമുണ്ട്. ഹെലൻ ഓഫ് സ്പാർട്ട ഈ ഒരു വീഡിയോനകത്ത് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഭർത്താവല്ല കേട്ടോ, ഭർത്താവിന്റെ സഹോദരനാണ്. അപ്പൊ ഈ ഭർത്താവ് എവിടെ? വേർ ഇസ് യുവർ ഹസ്ബൻഡ്? ആ മൊണ്ണേഷ് എവിടെ? ആ മൊണ്ണ എവിടെ? സീരിയസ്ലി നിങ്ങളുടെ ഭർത്താവ് ഒരു മൊണ്ണയാണ്, ഒരു പിന്നെ ശുപ്പാണ്ടിയാണ് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണിത്. മനസ്സിലായില്ലേ? നിങ്ങളെ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഭർത്താവിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നല്ല വിശ്വാസം നിങ്ങളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനുള്ളത് കൊണ്ടാണ് നിങ്ങളെ തല്ലിയത്. ഇവിടെ കുറ്റം പറയേണ്ടതും തച്ച് കണ്ണു വിളിക്കേണ്ടതും നിങ്ങളുടെ ഭർത്താവിന്റെയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയും, മൊണ്ണാന്ന് വിളിച്ച കേസിനകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യൂല ഹെലൻ ഓഫ് സ്പാർട്ടേനെ. ആ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് തന്നെ ഇനി ബാക്കിയുള്ളത് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. അതായത് ഇപ്പൊ ഹെലൻ ഓഫ് സ്പാർട്ട ഈ ഒരു വീഡിയോനകത്ത് പറഞ്ഞതില് ബാക്കിയുള്ളത് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതായത് ഇപ്പൊ ഇങ്ങനൊരു വിഷയം നടക്കുമ്പോഴത്തേക്കും ആരായാലും ചോദിക്കൂലേ ഇങ്ങനൊരു ഇവരുടെ ഹസ്ബൻഡ് എവിടെയാണ്? ഇവരുടെ ഹസ്ബൻഡിന്റെ സഹോദരനാണ് ഇവരെ അടിച്ചതെന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹസ്ബൻഡിനെ പറ്റി ഇപ്പൊ ഈ ഐശ്വര്യ എന്ന് പറഞ്ഞ അവർ ഈ CS with Ash എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവരാണ് ഈ ഐശ്വര്യ. അപ്പൊ അവർ ഇതിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല ഇവരുടെ ഭർത്താവ് എവിടെയാണെന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെങ്ങനെ ഊഹിച്ച് മഷിയിട്ട് കണ്ടുപിടിക്കണം ഈ ഭർത്താവ് എവിടെയാണെന്നുള്ളത്? അപ്പൊ ആരായാലും ചോദിച്ചു പോയി, എവിടെ നിങ്ങളുടെ ഭർത്താവ് എവിടെയെന്നുള്ള ആരായാലും ചോദിച്ചു പോയി. ഇപ്പൊ ഇവരുടെ ഒരു രീതിക്കാണ് ആ പറഞ്ഞത്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല അവർ പറയുന്നത്, അതേപോലെ ആയിരിക്കില്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. അപ്പൊ അവരവരുടെ രീതിക്ക് പറഞ്ഞപ്പോഴേക്കും അത് ഇത്തിരി ഹാർഷാണ്. ഞാൻ സമ്മതിക്കുന്നത് അത് ഹാർഷാണ്. മൊണ്ണാന്ന് വിളിച്ചത് തെറ്റാണെന്ന് ഞാനും പറയുന്നുണ്ട്. പക്ഷേ അവർ ചോദിച്ചതിൽ എന്താണ് തെറ്റ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി മറ്റവരുടെ ഈ ഐശ്വര്യ എന്ന്
പറഞ്ഞാൽ അവരുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ അത് കുറെ യൂട്യൂബേഴ്സിന് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോന്നും പോലെ യൂട്യൂബില് വ്ളോഗിൽ വിളിച്ചു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല, ലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ആളുടെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നത്. അപ്പം കാര്യങ്ങൾ എന്താന്ന് പോലും നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല. അവിടെ ആളെ മർദ്ദിച്ചതും സംഭവങ്ങളും സ്വത്തുതർക്കത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഹസ്ബൻഡ് എവിടെയായിരുന്നു. നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ കാര്യങ്ങൾ അറിഞ്ഞുകൂടാന്ന്. എങ്ങനെ കാര്യങ്ങൾ അറിയും? അതായത് നിങ്ങൾ പറയണതാണ് നമുക്കും അറിയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് ആരായാലും ഇപ്പൊ നിങ്ങൾ ആ ഒരു സാധനം കൊണ്ടേ പബ്ലിക്കിനകത്ത് ഇട്ട് അപ്പൊ അതിനകത്ത് കയറി പറയുന്നത് അങ്ങനെയാണ്. കാര്യം ഇപ്പൊ പബ്ലിക്കിനകത്ത് നിങ്ങളൊരു കാര്യം ഇടുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പിന്നെ പബ്ലിക് അതിനകത്ത് കയറി അഭിപ്രായം പറയും. അത് പറയരുതെന്നോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാര്യം അഭിപ്രായം പറയും. കാര്യം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോ നിങ്ങൾ സോഷ്യൽ മീഡിയ എന്നല്ല, നിങ്ങൾ അതിപ്പോ ഏത് പബ്ലിക്കായിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ നിങ്ങളൊരു സ്റ്റേജിനകത്ത് എന്നിട്ട് നിങ്ങളൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു, അത് കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഓരോരുത്തർക്ക് അതിനകത്ത് ഓരോ അഭിപ്രായം വയ്ക്കും. അപ്പൊ ആ ഒരു സെയിം സെറ്റപ്പാണ് ഇവിടെ സോഷ്യൽ മീഡിയനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം പറഞ്ഞു, അപ്പൊ അത് നിങ്ങൾ പറയണതാണ് നമുക്കും അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഭർത്താവിനെ പറ്റി പറഞ്ഞില്ല, അപ്പൊ ഉറപ്പായിട്ട് ആരെങ്കിലും ചോദിക്കൂലേ എവിടെ ഭർത്താവ് എവിടെ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ എവിടെ, ഇത്ര ഇതുണ്ടായിട്ട് നിങ്ങൾ എവിടെ മെൻഷൻ ചെയ്തില്ല ഭർത്താവിനെ, പിന്നെ എങ്ങനെ അറിയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ബിഫോർ നോയിങ് ദ ട്രൂത്ത് യു ഹാവ് നോ റൈറ്റ്സ് ടു കോൾ സമൺ മൊണ്ണ, അല്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചത്, നിങ്ങൾ എന്തിനാ പെണ്ണ് കിട്ടിയത്. ഓൾറെഡി വലിയൊരു ഇഷ്യൂല് മാനസികാവസ്ഥയിൽ ആ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് യൂട്യൂബേഴ്സിന് ഇത് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റരുത്, ദൈവത്തെ ഓർത്ത്. ഇതിനുള്ള എക്സ്പ്ലനേഷൻ അവിടെ. ഓക്കെ, അപ്പൊ മൊണ്ണയുടെ കേസ് പുള്ളിക്കാരി പിന്നെയും പറയുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇനി അടുത്തെടുത്ത് പറയുന്നില്ല. അപ്പൊ ഇവർ പറയുന്നുണ്ടല്ലേ ഇത് കണ്ടന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണതാണ് എല്ലാവരും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത് കണ്ടന്റ് അല്ലേ? അല്ലാണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇട്ടു, നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് പല എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് ഓരോ യൂട്യൂബർമാർക്കും ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തത്. കണ്ടന്റ് എന്നൊരു സാധനം ഞങ്ങൾക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് വിട്, കണ്ടന്റ് എന്നുള്ള കേസ് നിങ്ങൾ വിട്. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തത് അല്ലേ? അതേപോലെ തന്നെ ഞങ്ങളും പറയുന്നതാണ്, ഇനിയിപ്പോ ഞാൻ പറയുന്നതാണ്, ഞാൻ എന്റെ വീഡിയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇട്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് തെറ്റ്? നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിന് സപ്പോർട്ട് അറിയിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും അതിനകത്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ കണ്ടന്റ് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ള രീതിക്ക് നിങ്ങൾ സംസാരിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് അതൊരു കണ്ടന്റ് അല്ലേ എന്ന് ഞാൻ ചോദിച്ചാലോ? ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് കമന്റ് ആയാലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് 3 കുട്ടികളുണ്ട് എന്നുള്ള കാര്യം. ഒരു പൊടി കുഞ്ഞും ആ സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് 3 മക്കളുണ്ടെന്നുള്ള കേസ് നിങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങൾ എവിടെയും അവരുടെ ഹസ്ബൻഡിന്റെ കാര്യം ഒന്നും നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ എല്ലാവരും എടുത്ത് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, നിങ്ങൾ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഹസ്ബൻഡിന്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല. പറയാത്തോടത്തോളം കാലം ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണ് ഇത്രയും വിഷയമൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ട് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാളെവിടെ, ഹസ്ബൻഡിന്റെ വീട്ടിലാണ് വിഷയം നടക്കുന്നത്. ഹസ്ബൻഡിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ അറിയും ഹസ്ബൻഡ് എവിടെയാണ് എന്നുള്ളത്? എങ്ങനെ അറിയും? ഇളയ കുട്ടിയും ആളുടെ അമ്മയുടെ അടുത്താണ്. മൂത്ത കുട്ടി ഭക്ഷണം പോലും അന്നത്തെ ദിവസം കഴിക്കാൻ പറ്റാണ്ട് ആളെ കരഞ്ഞ് ആകെ പ്രശ്നമാക്കിയിട്ട് മൂത്ത കുട്ടീനെ കൊണ്ട് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കായിരുന്നു ആ സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വൽ ട്രൂത്ത് എന്താണെന്ന് അറിയില്ല ഈ സംഭവം നടക്കുന്ന സമയത്ത്. ശരിയല്ല, നമുക്കുള്ള ട്രൂത്ത് അല്ല അറിയുന്നത്. കാര്യം നിങ്ങൾ പറയുന്നതല്ലേ നമുക്കറിയുള്ളൂ. ഞാൻ പിന്നെ അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഞാനിവരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത്. പക്ഷേ ഇവരാണ് ഇങ്ങനത്തെ ഒരു വീഡിയോകളൊക്കെ ഇട്ട് നമ്മളെ, അതായത് എല്ലാവരും ഇങ്ങനെയാണ്, അപ്പൊ നിങ്ങളൊരു കണ്ടന്റ് ആക്കുകയാണ്, അപ്പൊ അങ്ങനത്തെ രീതിക്ക് എല്ലാവരും ബ്ലെയിം ചെയ്യുന്ന പോലെ എനിക്ക് ഈ ഒരു വീഡിയോനെ പറ്റി ഫീൽ ചെയ്തു. അപ്പൊ ബാക്കിയുണ്ടോ? എല്ലാവർക്കും ചെയ്യാം. ഇപ്പൊ അയാൾ ചെയ്ത പോലെ നമുക്കും ചെയ്യാം. മാക്സിമം അന്നത്തെ ദിവസം ആ കുട്ടിക്ക് പറ്റിയ സമയത്ത് തന്നെ ആളുടെ അപ്പനും സഹോദരനും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ആരും പ്രതികരിക്കാതെയല്ല. നമുക്ക് ചെയ്യുന്നതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആയി തോന്നിയ പോലെ ഭർത്താവിനെ ഓക്കെ. അപ്പൊ ഇവരിപ്പൊ പറഞ്ഞ് ഇവരുടെ അപ്പനും സഹോദരനൊക്കെ നല്ല രീതിക്ക് ഈ ചെക്കന് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിക്ക് ഇപ്പൊ ഇവര് പറഞ്ഞു. പക്ഷെ ഇത് ഇവര് അന്നിട്ട വീഡിയോനകത്ത് പറഞ്ഞില്ല. ഇവര് ഇങ്ങനെ ഒരു കേസ് അന്നിട്ട വീഡിയോനകത്ത് എന്താണെന്ന് അന്നത്തെ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത്, അതായത് ഈ ഭർത്താവിന്റെ സഹോദരൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത്, എന്നിട്ട് ഇവരൊന്നും അങ്ങോട്ട് ചെയ്തില്ല എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു രീതിക്കാണ് ആ ഒരു വീഡിയോ കൺവേ ആയത്. എനിക്ക് അങ്ങനെയാണ് കൺവേ ആയത്. പക്ഷെ ഇപ്പൊ ഇവര് പറയുന്നത് ഇവരുടെ ഭർത്താവും മറ്റേ അച്ഛനും സഹോദരനൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് കൊടുത്തു എന്നുള്ള രീതിക്ക് ഇപ്പൊ ഇവര് പറയുന്നത്. അപ്പൊ ഇവര് അപ്പ ഒന്ന് പറയും, പിന്നെ അപ്പ പറഞ്ഞത് ആ ഒരു രീതിക്കാണ് നിങ്ങൾ കൺവേ ചെയ്തത്. കാര്യം നിങ്ങൾ അന്ന് ഫുൾ ഇൻഫോർമേഷനും നമ്മളിലേക്ക് എത്തിച്ചില്ല. അപ്പൊ നിങ്ങളൊരു പാർഷ്യൽ ആയിട്ടൊരു കാര്യമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മൾ സപ്പോർട്ട് അറിയിച്ച് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എവിടെയെങ്കിലും ഒരു കാര്യം നമ്മൾ
നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടാവും. കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യമുള്ള നമുക്കറിയുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിനകത്ത് കുറെ ചോദ്യങ്ങൾ വരും. ഇപ്പൊ ഭർത്താവ് എവിടെയാണ്, അങ്ങനത്തെ രീതിക്കുള്ള പല ചോദ്യങ്ങളും വരും. അപ്പൊ അത് ചോദിച്ചു അപ്പൊ ഇവർ പറയുന്നതാണ് അവർ തിരിച്ചും കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഇതെന്തുകൊണ്ട് നിങ്ങൾ അപ്പൊ പറഞ്ഞില്ല? ഇത്ര നാൾ കണ്ടുകൊണ്ട് എന്തിനാന്നൊക്കെ ചോദിച്ച് വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് എന്താ നടക്കുന്നത്, നടന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. പക്ഷെ ഒരാൾ ഇത്രയും മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സംസാര ശൈലികൾ ദയവ് ചെയ്ത് യൂട്യൂബേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക. ഇത്ര രീതിയിലുള്ള ഭർത്താക്കന്മാരെ, എസ്പെഷ്യലി ഹെൽനോസ് പാട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് അയാളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്? ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാര്യം അറിയാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്താണ്. ഇന്ന് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചത് എനിക്ക് റിപ്ലൈ തരാൻ തോന്നിയില്ല. എന്ത് കാര്യം തൊട്ടിട്ട് പിടിച്ചാൽ അതൊരു കണ്ടന്റ് ആക്കിയിരുന്നത് എനിക്കൊന്നും എനിക്ക് റിപ്ലൈ തരണമെന്ന് എനിക്കൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ തരാതിരുന്നത്. എന്തെങ്കിലും കാര്യം അറിഞ്ഞതിന് മുന്നേ ഇതുപോലെ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് സംസാരിക്കാതിരിക്കാതെ ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഹെൽനോസ് പാട്ടയുടെ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായി, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ കോൺടാക്ട് ചെയ്യാന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ആ ഒരു സംഭവമാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. നിങ്ങളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, ഞാൻ മെസ്സേജ് നോക്കിയിട്ടും കൂടി ഇല്ല എന്നുള്ള രീതിക്ക് ഇപ്പൊ ഈ പുള്ളിക്കാരിയും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹെൽനോസ് പാട്ടയുടെ കേസിനകത്ത് എനിക്ക് പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു കോണ്ടസ്റ്റിനകത്ത് പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു ലാംഗ്വേജിനകത്ത് മാത്രമേ എനിക്ക് വിഷയമുള്ളതായിട്ട് തോന്നിയുള്ളൂ. അല്ലാണ്ട് പുള്ളിക്കാരി എന്താണോ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് അതിനകത്ത് വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇവർ പറഞ്ഞത് വെച്ചിട്ട് നമുക്കൊക്കെ മനസ്സിലായത് അതാണ്, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് മഷി ഇട്ട് നോക്കാനൊന്നും പറ്റൂല. നിങ്ങൾ ട്രൂത്ത് അറിഞ്ഞിട്ട് വേണം ഇതുപോലുള്ള ആൾക്കാരെ വിളിക്കാനായിട്ട്. ആ കുട്ടിക്ക് ഇപ്പൊ എത്രത്തോളം മാനസികാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ ഒരു കുടുംബാലൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ദൈവത്തോർത്ത് വഴി വെക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ എന്താണെങ്കിലും ഞാനിപ്പോ ഇത് പറയേണ്ടി വന്നത്, ആൾക്കിത് ഭയങ്കര പ്രഷർ ഉണ്ട്, നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർക്ക് നല്ലൊരു പ്രഷർ ഉണ്ട്. അപ്പം ഇതിന്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം കിട്ടിയതിന് ശേഷം നമുക്ക് എല്ലാ ക്ലാരിഫിക്കേഷനും ആ സമയത്ത് ഞാൻ തരാം. ഇപ്പൊ അതിനെ പറ്റിയൊരു സാഹചര്യം അല്ല. എനിക്ക് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടി വന്നത് മാധ്യമങ്ങളിലേക്ക് എത്തിച്ച് മാക്സിമം ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാന്നുള്ളത് മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വിഷയം ടോപ്പിക് പബ്ലിക്കിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കും അത് മാധ്യമങ്ങളിലേക്ക് എത്തിച്ച ഈ ഒരു വിഷയത്തിനകത്ത് ഒരു ഇത് വരാന്നുള്ളതാണെന്ന് നിങ്ങളുടെ ഉദ്ദേശം. അത് തന്നെയായിരുന്നു ഓരോരുത്തരുടെയും ഉദ്ദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഇപ്പൊ പല യൂട്യൂബർമാരും ചിലപ്പോൾ ഉണ്ടാവാം ഇവരെ ഹാർഷായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവാം. ഇവർ ചിലപ്പോൾ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഇവർ ഈ പറയുന്ന ഈ ഒരു കേസ് ഉണ്ടല്ല, അതായത് പബ്ലിക്കിനകത്തേക്ക് എത്തിച്ചത് 4 ആൾ അറിയുക, അത് തന്നെയാണ് നമ്മളും ചെയ്തത് ഇവിടെ. അപ്പൊ നിങ്ങൾ എന്താണ് നമ്മളെ എല്ലാവരെയും ബ്ലെയിം ചെയ്യുന്ന രീതിക്കാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതായത് നമ്മളൊരു കാര്യം നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാണ് നമ്മൾ ചെയ്തത്, ആ ഹെൽപ്പ് ചെയ്യണവരെയും കൂടെ നിങ്ങൾ ഒരുമാതിരി അടിച്ചു ഓടിക്കുന്ന രീതിക്കുള്ള വർത്താനം ഇപ്പൊ നമ്മൾ പോകേണ്ട വഴിക്കെല്ലാം പോയിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റിസ് കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഈ ഒരു കാര്യത്തിന് യൂസ്. ഞാൻ എന്റെ റിലേഷൻ പോലും നോക്കാം. ഒരുപാട് പേര് ചോദിച്ചു അമ്മയുടെ സഹോദരനല്ല, അതെ ആ റിലേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റിലേഷൻ ഒന്നും നിങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ എന്തിന് ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന ഞങ്ങൾ എന്തിനു നോക്കണം നിങ്ങളുടെ റിലേഷൻ? അതായത് നിങ്ങളുടെ ഇപ്പൊ ഈ ഹസ്ബൻഡ് ഇവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് അവരുടെ റിലേഷൻ എന്താണ് അതൊക്കെ നമ്മൾ എന്തിനാണ് നോക്കുന്നത്? അപ്പൊ നിങ്ങൾക്കില്ലാത്ത റിലേഷൻ എന്തിനാണ് നമുക്ക്? ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾക്ക് നീതി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നാളെ ഏതൊരു പെണ്ണിനെ സംഭവിച്ചാലും നമ്മൾ ഇതുപോലെ നോക്കി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ചെയ്താണ്. നിങ്ങൾക്ക് ഇത് ആഘോഷിക്കാനുള്ള ഒരു കണ്ടന്റ് അല്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് മാക്സിമം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം. പക്ഷെ പലരെയും ബ്ലെയിം ചെയ്തിട്ടും മോശമാക്കി സംസാരിക്കുന്ന രീതിയിലും അപ്പനെ എവിടെയായിരുന്നു അമ്മ എന്തിനെ കല്യാണം കഴിച്ച് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങളപ്പോ എന്താ പറയണത്? അതായത് ഈ യൂട്യൂബിനകത്ത് ഇരുന്ന് ഈ സംസാരിക്കുന്ന ഓരോരുത്തരെ, അതായത് ഈ ഒരു വിഷയത്തിനകത്ത് പ്രതികരിച്ച് സംസാരിച്ച എല്ലാവരും, അതായത് അവർക്ക് ആർക്കും ഇതിനോട് യാതൊരു, അതായത് ഇപ്പൊ ഇങ്ങനെ സ്ത്രീക്ക് ഇതൊരു സംഭവിച്ചത് അവർക്ക് ആർക്കും അതിനകത്തൊരു വിഷമവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മാത്രമുള്ള വിഷമം. അതായത് നിങ്ങളിത് പറയുമ്പോൾ മാത്രം ആഹാ, ബാക്കിയുള്ളവർ പറയുമ്പോൾ ഓഹോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട് ഇപ്പൊ ഈ കണ്ടന്റ് ആഘോഷിക്കരുത്, പിന്നെ ഇതിനകത്ത് പല രീതിക്കുള്ള സാധനങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് ഇപ്പൊ ഈ ഒരു സാധനത്തിനകത്ത് ആരും കയറി ഇങ്ങനെ അഭിപ്രായം ഒന്നും പറയാൻ പാടില്ല. അതേപോലെ ആരെങ്കിലും കയറി മോശമായിട്ടൊന്നും പറയാൻ പാടില്ല. അങ്ങനത്തെയൊക്കെ ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം പബ്ലിക്കിനകത്ത് കൊണ്ടുവന്ന് ഇടരുതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കത് വേറെ ലീഗലായിട്ട് മൂവ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പബ്ലിക്കിനകത്ത് കൊണ്ട് ഇട്ടതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ പബ്ലിക്കിനകത്ത് കൊണ്ട് ഇടുമ്പോഴത്തേക്കും പബ്ലിക് അതിനകത്ത് ഇടപെടും. കാര്യം അത് പിന്നെ പബ്ലിക്കായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പബ്ലിക്കായിട്ടുള്ള പബ്ലിക്കിന് ഇടപെടാനാണ് എന്താണ് കുഴപ്പം? അപ്പൊ അതിന് കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം പബ്ലിക്കായിട്ടാണ് ഒരു കാര്യം കാണുന്നത്. അപ്പൊ നമ്മളത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയാം മാന്യമായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും മാന്യതയുടെ ഇത് കടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഞാൻ മാന്യമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് എന്റെ വീഡിയോയിൽ സംസാരിച്ചത്. പക്ഷെ ഇവര് എല്ലാവരെയും, അതായത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തോ മോശം കാര്യമെന്നുള്ള രീതിക്കൊക്കെയാണ് ഇവർ സംസാരിച്ച് വെച്ചാണ് ഈ ഒരു വീഡിയോനകത്ത്. പക്ഷെ ഇവരുടെ വീഡിയോ അപ്പൊ എന്തുകൊണ്ട്
സപ്പോർട്ട് കണ്ടന്റ് അല്ല. യൂട്യൂബിനകത്ത് എല്ലാം കണ്ടന്റാണ്, എല്ലാം മോണിറ്റൈസ്ഡ് ആണ്. നിങ്ങളുടെ വീഡിയോയും മോണിറ്റൈസ്ഡ് ആണ്, എന്റെ വീഡിയോയും മോണിറ്റൈസ്ഡ് ആണ്. അപ്പൊ പിന്നെ എന്താണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് കണ്ടന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിനെ അത്ര പുച്ഛിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്കും പറയാനുള്ളത്. പിന്നെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോഴും സംസാരിച്ചത്. പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് തന്നെ ഇപ്പൊ വേറൊരു സൈഡും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ തോമസിന്റെ മോൻ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ കാണാത്തവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു വീഡിയോയും കൂടെ കണ്ടു നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം, നമുക്ക് ആര് പറയുന്നതും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇവര് പറയുന്നതാണ് 100% ശരി, അല്ലെങ്കിൽ ലിറ്റി പറയുന്നതാണ് 100%, അല്ലെങ്കിൽ തോമസ് എന്ന് പറഞ്ഞ ആളുടെ മോൻ പറയുന്നതാണ് ശരിയെന്ന് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ 100% ആരെയും സപ്പോർട്ട് ചെയ്തൊന്നും പറയുന്നില്ല. ഇപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോനകത്ത് ഇവരെ തന്നെയാണ് ഞാൻ 100% സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്, ഈ ലിറ്റി എന്ന് പറഞ്ഞ അവരെ. പക്ഷെ ഇപ്പൊ ഇവര് ഇങ്ങനെ ഒരുമാതിരി നമ്മളെ ബ്ലെയിം ചെയ്യുന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഇവരോടുള്ള ആ ഒരു ഇതും കൂടെ റെസ്പെക്റ്റും കൂടെ പോകുന്ന ആ ഒരു ഇത് ഇവരോടുള്ളത് കേട്ടോ. ആ ലിറ്റി എന്ന് പറഞ്ഞാൽ അവരോടുള്ളതല്ല, ഇവരോടുള്ളത്. കാര്യം ഇവര് സംസാരിക്കുന്ന രീതി കേട്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ തോന്നി. അത് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തിനാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? യൂട്യൂബർമാരാണ് ആ പ്രശ്നം. അതായത് ഇവർ യൂട്യൂബർ അല്ല, ബാക്കി എല്ലാവരും ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്ന എല്ലാവരും യൂട്യൂബർമാർ. അതെന്ത് ഇടപാടല്ലേ? നിങ്ങൾ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ യൂട്യൂബർ അല്ല, ബാക്കി നിങ്ങൾക്കത് കണ്ടന്റും അല്ല. ബാക്കി എല്ലാവർക്കും കണ്ടന്റും, ബാക്കി എല്ലാവരും അരി മേടിക്കാനും അവര് പണിക്ക് പോകാത്ത എനിക്കൊന്നും പറയാനില്ല. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിരിക്കും.